നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഡേറ്റിംഗ് ആപ്പ് ഉപയോഗപ്പെടുത്തി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവം. ഒരാൾ കൂടി അറസ്റ്റിൽ. ഡേറ്റിംഗ് ആപ്പ് ഉപയോഗപ്പെടുത്തി ആൺകുട്ടിയെ നിരവധി പേർ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവം. കുട്ടികൾ ചൂഷണത്തിനിരയാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ രക്ഷിതാക്കൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭരത് റെഡ്ഡി. ഉപ്പള ബായാറിൽ സ്കൂൾ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ബായാർ പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. വിദ്യാനഗർ നെൽക്കളയിൽ നിർമ്മിച്ച വോളിബോൾ കം ഷട്ടിൽ കോർട്ട് ആൻഡ് പവലിയൻ നാടിന് സമർപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമ്മ ദിനം. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വിശ്വകർമ്മ പൂജയും പൊതുയോഗവും നടത്തി. ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ 1500 ഇഷ്ക് മജ്ലിസുകളുടെ സംസ്ഥാനതല സമാപനം 20-ന്. ഒരുക്കങ്ങൾ പൂർത്തിയായി. മക്കളോടൊത്ത് വായനശാലയിലേക്ക്. ആഘോഷമായി ഗ്രന്ഥശാലാ ദിനം. വാർത്തകൾ വിശദമായി. ഡേറ്റിംഗ് ആപ്പ് ഉപയോഗപ്പെടുത്തി ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. പയ്യന്നൂർ കോറോം സ്വദേശി C ഗിരീഷിനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ കേസുകളിലായി ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്ത 9 പേരെയും ഹൊസ്ദുർഗ് കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. 16 വയസ്സുള്ള ആൺകുട്ടിയെ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ടാണ് വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയത്. പീഡനത്തിനിരയായ കുട്ടിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം അപരിചിതനായ ഒരാളെ കാണുകയും വീട്ടുകാരെ കണ്ടതോടെ ഇയാൾ ഇറങ്ങിയോടുകയുമായിരുന്നു. തുടർന്ന് വീട്ടുകാർ ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. കാഞ്ഞങ്ങാട് DYSP CK സുനിൽകുമാറിൻ്റെ മേൽനോട്ടത്തിൽ കാസർഗോഡ് ജില്ലയിലെ 5 പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് വിവിധ സ്റ്റേഷനുകളിൽ 15 കേസുകൾ അന്വേഷിച്ചു വരുന്നത്. കേസുകളിൽ ഉൾപ്പെട്ട 16 പേരിൽ പയ്യന്നൂർ കോറോത്തെ ഗിരീഷ് ഉൾപ്പെടെ 10 പേർ ഇതിനകം അറസ്റ്റിലായിട്ടുണ്ട്. കേസിലുൾപ്പെട്ട തൃക്കരിപ്പൂരിലെ യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് വടക്കുംപാട്ടെ സിറാജുദ്ദീൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തിയതായാണ് വിവരം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഡേറ്റിംഗ് ആപ്പ് ഉപയോഗപ്പെടുത്തി ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ നിരവധി പേർ ലൈംഗിക പീഡനത്തിനിരയാക്കിയത് സംസ്ഥാനത്തെ തന്നെ ഞെട്ടിച്ച സംഭവമായി. ഇത്തരം ആപ്പുകൾ വഴി കുട്ടികൾ ചൂഷണത്തിനിരയാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ രക്ഷിതാക്കൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭരത് റെഡ്ഡി. കുട്ടി 14 വയസ്സ് മുതൽ പീഡനത്തിനിരയായെന്നാണ് വ്യക്തമാകുന്നത്. ഡേറ്റ് ആപ്പിൽ പ്രായപൂർത്തിയായെന്ന രേഖകൾ ആവശ്യമില്ലാത്തതാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുവാൻ കാരണം. ആപ്പിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പരിഗണനയിലാണെന്നും SP വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പർട്ടിക്കുലർ കേസ് ആണെങ്കിൽ 14 ഇയേഴ്സ് മുതലാണ് ഈ സംഭവങ്ങൾ തുടങ്ങുന്നത്. ആ ഏജിൽ സഫീഷ്യൻറ്റ് മെച്യൂരിറ്റി അണ്ടർസ്റ്റാൻഡിങ് കുട്ടികൾക്ക് ഇല്ല. അതുകൊണ്ടാണ് പോക്സോ നിയമം കൺസെൻറ്റ് ബാധകമല്ല. വിത്തൗട്ട് കൺസെൻറ്റ് പോക്സോ ഈസ് എ പോക്സോ. മെച്യൂരിറ്റി ആ ഏജിൽ മെച്യൂരിറ്റി ഉണ്ടാവില്ല. സോ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പേരൻസിൻ്റെ ശ്രദ്ധ. കുട്ടികളുടെ ഓൺലൈൻ ബിഹേവിയർ എങ്ങനെ ഉണ്ടോ പേരൻസിൻ്റെ ശ്രദ്ധ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുമ്പാണെങ്കിൽ കുട്ടി ആറുകൂടെയാണ് സംസാരിക്കുന്നത് നമുക്കറിയാം. മൊബൈലില്ലാണെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർ, ഫ്രണ്ട്സൊക്കെ, ഓർ ടീച്ചേഴ്സ്, സ്കൂളിൽ പരിചയപ്പെടുന്ന ആൾക്കാർ, ഇവർ കൂടെ മാത്രമാണ് കുട്ടി സംസാരിക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ പോകുമ്പോൾ കുട്ടി ഇനവേ ഒരു ടാർഗറ്റ് തന്നെയാണ്. കുറേ ആൾക്കാർ ഓൺലൈൻ ആരെങ്കിലും പരിചയപ്പെടാം, ആരെങ്കിലും മെസ്സേജ് ചെയ്യാം. ചാറ്റ് ഓപ്ഷൻസ് മിക്കവാറും എല്ലാ ആപ്സിലും ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. ഈവൻ ഗെയിംസ് ആണെങ്കിൽ, ഓൺലൈൻ ഗെയിംസ് ആണെങ്കിലും അതിലും ചാറ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട്, ഓൺലൈൻ ചാറ്റിംഗ് ഓപ്ഷൻസ് വരുന്നുണ്ട്. സോ പ്രെഡേറ്ററി ബിഹേവിയറുള്ള ആൾക്കാർ ഇങ്ങനെ കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഇത് രക്ഷപ്പെടാൻ വേണ്ടി പേരൻസിൻ്റെ ശ്രദ്ധ ഉറപ്പായിട്ട് വേണം. ടെക്നിക്കലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഫോൺ, iOS ഫോൺ ആണെങ്കിലും പേരൻ്റൽ കൺട്രോൾ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഈ ആപ്സാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. കുട്ടിയാണെങ്കിൽ ക്ലിയർ ആയിട്ട് ആപ്പ് സ്റ്റോറോ ഗൂഗിൾ പ്ലേ സ്റ്റോറോ ഓപ്പൺ ചെയ്താൽ 18+ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. സോ പേരൻ്റൽ കൺട്രോൾ വെച്ചാൽ 18+ മാർക്ക് ചെയ്ത ആപ്പ് കുട്ടിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ഉപയോഗിക്കുന്ന സമയം
നിയന്ത്രിക്കാൻ പറ്റും. സപ്പോസ് ആഫ്റ്റർ 9 o'clock ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്ന രീതിയിൽ നമുക്ക് ഫോൺ സെറ്റ് ചെയ്യാൻ പറ്റും. ഉപ്പള ബായാറിൽ സ്കൂൾ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ബായാർ പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടമുണ്ടായത്. ഉപ്പള ബായാറിലെ പെട്രോൾ പമ്പിന് സമീപത്ത് രാവിലെ 7:30ഓടെയാണ് സ്കൂൾ ബസ്സും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ബായാർ പൊന്നങ്കള മുജമ്മ ഷക്കാഫത്ത് സുന്നി സ്കൂളിൻ്റെ ബസ്സും 2 വിദ്യാർത്ഥികൾ സഞ്ചരിച്ച സ്കൂട്ടറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ സ്കൂട്ടറിലുണ്ടായിരുന്ന 2 വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. മൊയിനുദ്ദീൻ, സാദിഖ് എന്നീ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇവരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പരിസരവാസികൾ ഓടിയെത്തുകയും ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. അബ്ദുൽ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനം ആചരിച്ചു. കറന്തക്കാട് ശിവാജി നഗറിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിശ്വകർമ്മ പൂജയും പൊതുയോഗവും ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നു. വിശ്വകർമ്മ വികസന കോർപ്പറേഷൻ സ്ഥാപിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ യോഗത്തിൽ സംഘടന മുന്നോട്ട് വെച്ചു. ദേശീയ പ്രസിഡന്റ് സീതാറാം ആചാര്യ ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമ്മ ദിനം നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ NVF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. വിശ്വകർമ്മ പൂജയും പൊതുയോഗവും നടത്തിയാണ് നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ സവിശേഷമായ ഈ ദിനം ആചരിച്ചത്. കറന്തക്കാട് ശിവാജി നഗറിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വിശ്വകർമ്മ ദിനാചരണ പരിപാടി NVF ദേശീയ പ്രസിഡന്റ് സീതാറാം ആചാര്യ ഉദ്ഘാടനം ചെയ്തു. 2010 തുടങ്ങിയ വിശ്വകർമ്മ ഫെഡറേഷൻ കേരളത്തിൻ്റെ ബഹുഭാഗം തൻ്റെതായ രീതിയിൽ കമ്മിറ്റികളും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടുവരുന്ന സന്തോഷമാണ്. അതേ ഭാഗമായിട്ട് എല്ലായിടത്തും നല്ല രീതിയിൽ വിശ്വകർമ്മ ദിനം ഇന്ന് ആചരിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ഭാഗത്തെ പ്രവർത്തനം നല്ല ഊർജിതമായി നടക്കുന്നുണ്ട്. അതേ ഭാഗത്ത് എനിക്ക് പറയാനുള്ളത് വെള്ളരിക്കുണ്ട് ഭാഗത്ത് നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട്. സംഘടനയ്ക്ക് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ താങ്കളെല്ലാം സഹകരിക്കണം. ജില്ലാ പ്രസിഡന്റ് വിഷ്ണു ആചാര്യ അധ്യക്ഷത വഹിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി രാഘവൻ കൊളത്തൂർ മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മൾ 2010 കാസർഗോഡ് വെച്ച് രാഷ്ട്രീയ ഫെഡറേഷൻ വിശ്വകർമ്മ ഫെഡറേഷൻ രൂപീകരിച്ചപ്പോൾ നമുക്ക് പ്രത്യേകമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. കാസർഗോഡുള്ള വിശ്വകർമ്മജർക്ക് ഈ സംഘടന വഴി നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? ആ ഒരു കാഴ്ചപ്പാടിലാണ് 2014 നമുക്ക് ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്ന സൊസൈറ്റി കൊണ്ടുവരാൻ പറ്റും. കാരണം ഇന്ന് കേരളത്തിലെ ഒരു സംഘടനയ്ക്കും ഈ നമ്മുടെ വിശ്വകർമ്മ സംഘടനയ്ക്കും ഒരു സൊസൈറ്റി എവിടെയെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പഠിക്കാം. കേരളത്തിൽ എവിടെയില്ല, മറ്റൊരു സംഘടനയ്ക്കും ഒരു സൊസൈറ്റി ഇല്ല. നമ്മൾ 2010 വർഷങ്ങൾക്ക് മുമ്പേ 60 വർഷം മുമ്പേ ഇവിടെ പ്രവർത്തിക്കുന്ന വിശ്വകർമ്മ സംഘടനകളൊക്കെ കേരളത്തിലുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഈ കാസർഗോഡ് മാത്രമല്ല, നമ്മൾ കേരളത്തിലെ 14 ജില്ലകളിലും നമ്മൾ സൊസൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. വാസന്തി ജെ ആചാര്യ, സുഭാഷ് ചന്ദ്രൻ, രാമകൃഷ്ണൻ, ഷാജി വെള്ളരിക്കുണ്ട്, സുജാത, വിജയ ബേടകം എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി നിശാചന്ദ്രൻ സ്വാഗതവും ജയശീലൻ നന്ദിയും പറഞ്ഞു. വിശ്വകർമ്മ ദിനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രിത അവധിയായി പ്രഖ്യാപിച്ചത് പൊതു അവധിയായി പ്രഖ്യാപിക്കുക, വിശ്വകർമ്മ വികസന കോർപ്പറേഷൻ സ്ഥാപിക്കുക, കരകൗശല വികസന കോർപ്പറേഷൻ, ആർട്ടിസാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നിവയുടെ ചെയർമാൻ സ്ഥാനം വിശ്വകർമ്മജർക്ക് നൽകുക, ദേവസ്വം ബോർഡുകളിൽ ചെയർമാൻ സ്ഥാനവും ക്ഷേത്ര കമ്മിറ്റികളിൽ മതിയായ സ്ഥാനവും പ്രാതിനിധ്യവും നൽകുക, വിദ്യാഭ്യാസ മേഖലകളിലും സർക്കാർ അർദ്ധ സർക്കാർ ജോലികളിലും 10% സംവരണം അനുവദിക്കുക, വിശ്വകർമ്മജരുടെ നേതൃത്വത്തിൽ പൈതൃക ഗ്രാമം നിർമ്മിക്കുന്നതിനും വിദ്യാഭ്യാസ സാങ്കേതിക സ്ഥാപനങ്ങൾ, വാസ്തുവിദ്യ അക്കാദമികൾ എന്നിവയ്ക്കുമായി വേണ്ട സ്ഥലവും സാമ്പത്തിക സഹായങ്ങളും അനുവദിക്കുക, 55 വയസ്സ് പൂർത്തിയായ ആർട്ടിസാൻസ് വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും മാസത്തിൽ 5000 രൂപ പെൻഷൻ അനുവദിക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക, PM വിശ്വകർമ്മ യോജനയുടെ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് തലത്തിൽ വീണ്ടും നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗത്തിൽ NVF ജില്ലാ കമ്മിറ്റി ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരസഭ വിദ്യാനഗർ നെൽക്കളയിൽ നിർമ്മിച്ച വോളിബോൾ കം ഷട്ടിൽ കോർട്ട് ആൻഡ് പവലിയൻ നാടിന് സമർപ്പിച്ചു. പ്രൗഢമായ ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് നഗരസഭയുടെ വോളിബോൾ കം ഷട്ടിൽ കോർട്ട് ആൻഡ് പവലിയൻ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു.
MPLADS ഫണ്ട് ഉപയോഗിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് വോളിബോൾ കം ഷട്ടിൽ കോർട്ട് ആൻഡ് പവലിയൻ നിർമ്മിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മൾ അനുഭവിച്ച ഭാരതത്തിൽ ഒരിക്കൽ കൂടി നമ്മൾ അനുഭവിച്ചു. കാര്യം ലോക്ക്ഡൗൺ വന്നപ്പോൾ ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. 1897 ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ എപ്പിഡമിക് ആക്ടിന്റെ ചുവട് പിടിച്ച് കേരള ഗവൺമെന്റ് ഓർഡിനൻസ് കൊണ്ടുവന്നത് വഴി എല്ലാ ജില്ലകളുടെ അതിർത്തികളും അടയ്ക്കപ്പെട്ടു. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ റീത്ത ആർ, ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ ഖാലിദ് പച്ചക്കാട്, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജനി കെ, നഗരസഭാ കൗൺസിലർമാരായ P. രമേശ്, ലളിത M, സവിത ടീച്ചർ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ്, അർജുനൻ തായിലങ്ങാടി, KM ബഷീർ, K. ഖാലിദ്, രാജീവൻ നമ്പ്യാർ, സാജിദ് കമ്മാടം, മനാഫ് നുള്ളിപ്പാടി, കോൺട്രാക്ടർ മെഹ്റൂഫ് എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് നഗരസഭാ വികസന സ്ഥിരം സമിതി ചെയർമാൻ സഹീർ ആസിഫ് സ്വാഗതവും മുനിസിപ്പൽ എഞ്ചിനീയർ വിഷ്ണു S നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മജ്ലിസ് എഡ്യു പാർക്ക് ഫർഹെ മീലാദ് ഹുബ്ബുൻ നബി കോൺഫറൻസിന്റെ ഭാഗമായി 150 പേർക്ക് സൗജന്യമായി കൃത്രിമ കൈകാലുകൾ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷവും കൃത്രിമ കൈകാലുകൾ നൽകിയതിലൂടെ നിരവധി പേർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതായും ഇതിൽ നിന്നും ലഭിച്ച ഊർജ്ജമാണ് ഈ പദ്ധതി എല്ലാ വർഷവും തുടരുവാനുള്ള പ്രചോദനമെന്നും മജ്ലിസ് ട്രസ്റ്റ് ചെയർമാനും കർണാടക വഖഫ് ബോർഡ് അംഗവുമായ സയ്യിദ് മുഹമ്മദ് അഷ്റഫ് അസക്കാഫ് മദനി തങ്ങൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. നിരവധി സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും ഇതിൻ്റെ തുടർച്ചയായാണ് 19-ന് കർണാടക മുടിപ്പിൽ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ഫർഹെ മീലാദ് ഹുബ്ബുൻ നബി കോൺഫറൻസിൻ്റെ ഭാഗമായി 150 പേർക്ക് സൗജന്യമായി കൃത്രിമ കൈകാലുകൾ വിതരണം ചെയ്യുന്നതെന്ന് മജ്ലിസ് ട്രസ്റ്റ് ചെയർമാനും കർണാടക വഖഫ് ബോർഡ് അംഗവുമായ സയ്യിദ് മുഹമ്മദ് അഷ്റഫ് അസക്കാഫ് മദനി തങ്ങൾ പറഞ്ഞു. നിരാലംബരായ രോഗികൾക്ക് ചികിത്സയും മരുന്നും, വിധവകൾക്ക് മാസവേതനവും, പാവപ്പെട്ടവർക്ക് വീടും ഭൂമിയും ട്രസ്റ്റ് നൽകുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായി കൈകാലുകൾ നഷ്ടപ്പെട്ടവർക്ക് കൃത്രിമ കൈകാലുകൾ നൽകി പുതുജീവൻ നൽകുന്ന പദ്ധതിയും ട്രസ്റ്റ് നടപ്പിലാക്കുന്നു. ഫർഹെ മീലാദിൻ്റെ ഭാഗമായി ഹുബ്ബുൻ നബി കോൺഫറൻസ്, UT ഫരീദ് അനുസ്മരണ സംഗമം, മെഗാ മെഡിക്കൽ ക്യാമ്പ്, രക്തദാന ക്യാമ്പ് തുടങ്ങിയ പരിപാടികളാണ് നടക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. അവിടെ വെച്ചാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ഉള്ള ഈ നവീന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൽ പ്രത്യേകം എനിക്ക് വലിയ സപ്പോർട്ടായിട്ടുള്ള നമ്മുടെ കർണാടക സ്പീക്കർ UT ഖാദർ സാഹിബ്, അതുപോലെ തന്നെ മറ്റ് ഏനപ്പോയ, ഇവരൊക്കെ മറ്റന്നാൾ ചീഫ് ഗസ്റ്റായി പങ്കെടുക്കുന്നതോടെ നമ്മുടെ കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, അതേപോലെ തന്നെ ബാദ്ഷ സഖാഫി, ഇങ്ങനെയുള്ള തുടങ്ങിയ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന ബൃഹത്തായ പരിപാടിയാണ്. ഈ പരിപാടിയുടെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കണം. കൈകാലുകൾ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ ഉടനെ ഞങ്ങളുമായി ഇൻഫർമേഷൻ ചെയ്താൽ അത് അപ്ലൈക്കപ്പ് കൊടുക്കാൻ പറ്റുന്നില്ല. ആദ്യം അതിന്റെ മെഷറൊക്കെ എടുത്ത് പിന്നീട് അതിനെ തയ്യാർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ അതിന്റെ ഏതാണ്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് 19-ാം തീയതി വെള്ളിയാഴ്ച 4 മണിക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കും. ചെയർമാൻ സയ്യിദ് മുഹമ്മദ് അഷ്റഫ് അസക്കാഫ് മദനി തങ്ങൾ, വൈസ് പ്രസിഡന്റ് സയ്യിദ് മുസ്തഫ തങ്ങൾ, സെക്രട്ടറി അബ്ദുൽ ഖാദർ സാദി കൊല്ലമ്പാടി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷഫീഖുർ റഹ്മാൻ, PB തൗസീഫ്, സയ്യിദ് സവാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ 1500 ഇഷ്ക് മജ്ലിസുകളുടെ സംസ്ഥാനതല സമാപനം 20-ന് ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്നേഹപ്രവാചകരുടെ 1.5 സഹസ്രാബ്ദം എന്ന പ്രമേയത്തിലാണ് ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ സംസ്ഥാന വ്യാപകമായി 1500 ഇഷ്ക് മജ്ലിസുകൾ നടത്തിയത്. ഇതിൻ്റെ സംസ്ഥാനതല സമാപനമാണ് 20-ന് ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയിൽ നടക്കുന്നത്. സമാപന സംഗമത്തിൻ്റെ ഉദ്ഘാടനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കും.
രാവിലെ 9 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ ഗഫൂർ ഹാജി ഏരിയാൽ പതാക ഉയർത്തും. 11 മണിക്ക് നിരവധി പണ്ഡിതന്മാരുടെയും സദാത്യങ്ങളുടെയും നേതൃത്വത്തിൽ ഗ്രാൻഡ് മൗലീദ് സദസ്സ് നടക്കും. 11 മണിക്ക് നടക്കുന്ന ഇത്തിസ്വാൽ കുടുംബസംഗമം സെയ്ദ് സൈനുൽ ആബിദീൻ തങ്ങൾ ദമാം ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി പ്രിൻസിപ്പാലുമായ BK അബ്ദുൽ ഖാദിർ അൽ ഖാസിമി സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. വൈകുന്നേരം 5 മണിക്ക് ദർസ്, അറബിക് കോളേജുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ടീം അംഗങ്ങളുടെ ബുർദ മത്സരവും ഉണ്ടാകും. മുഹമ്മദ് അറബി ഹാജി, കോഹിന്നൂർ മൂസ ഹാജി, കണ്ടത്തിൽ മുഹമ്മദ് ഹാജി തുടങ്ങിയവർ സമ്മാനദാനം നിർവഹിക്കും. രാത്രി 9 മണിക്ക് ഇഷ്ക് മജ്ലിസിന് അൻവർ അലി ഹുദവി ടീം നേതൃത്വം നൽകും. 570-ൽ പരം വരുന്ന റേഞ്ചുകളിൽ സംസ്ഥാനത്ത് പുറത്തുമായിട്ട് ഓരോ റേഞ്ചിലും 3 ഇഷ്ക് മജ്ലിസുകൾ നടക്കുകയാണ്. അതിൻ്റെ സമാപനമാണ് നടക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. SKSSFൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ മുഖ്യ അതിഥിയായി എത്തുന്ന നമ്മുടെ ഈ മജ്ലിസിൽ ഇഷ്ക് മജ്ലിസിലേക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട അൻവർ അലി ഹുദവി അവർകളാണ്. അന്ന് രാവിലെ 9 മണിക്ക് പതാക ഉയർത്തും. അതിനുശേഷം 10 മണിക്ക് നടക്കുന്ന ഗ്രാൻഡ് മൗലീദ് സദസ്സ്, അതിന് ശേഷം നടക്കുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഇത്തിസാൽ കുടുംബ സംഗമം നടക്കുന്നു. അതിൽ SNEC എഡ്യൂക്കേഷൻ ചെയർമാൻ ബഹുമാനപ്പെട്ട അബ്ദുസലാം ബാക്കവി ഉസ്താദ്, സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട BK അബ്ദുൽ ഖാദിർ ഖാസിമി ഉസ്താദ്, സ്ഥാപന ചെയർമാൻ MM ഇസ്സുദ്ദീൻ സാഹിബ് അടക്കമുള്ള ആളുകൾ സംബന്ധിക്കും. സ്വാഗത സംഘം ചെയർമാൻ ഗഫൂർ ഹാജി ഏരിയാൽ, അബൂബക്കർ സാലൂദ് നിസാമി, ഹാരിസ് ഹസനി, അഷ്റഫ് അസ്നവി മർദാള, അഷ്റഫ് ദാരിമി, പള്ളങ്കോട് മൊയ്തു മൗലവി ചെർക്കള, സുബൈർ നിസാമി, അലി ദാരിമി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ സീനിയർ ആൺകുട്ടികളുടെ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃക്കരിപ്പൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീം ജേതാക്കളായി. ഫൈനലിൽ ചീമേനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനെ 1-നെതിരെ 3 ഗോളുകൾക്കാണ് തൃക്കരിപ്പൂർ പരാജയപ്പെടുത്തിയത്. നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ 2 ദിവസങ്ങളിലായി നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ കലാശ പോരാട്ടത്തിൽ ഇരു ടീമുകളും വാശിയേറിയ മത്സരമാണ് കാഴ്ചവെച്ചത്. രണ്ടാം പകുതിയിലാണ് ഗോളുകളെല്ലാം പിറന്നത്. ചെറുവത്തൂർ ഉപജില്ലയിലെ 11 സ്കൂൾ ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചത്. സെപ്റ്റംബർ 19-ന് നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ റവന്യൂ ജില്ലാ സ്കൂൾ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കും. ചെറുവത്തൂർ ഉപജില്ലയെ പ്രതിനിധീകരിച്ച് തൃക്കരിപ്പൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീം പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും PMDK കോഴിക്കോട് അലിംകോയും സംയുക്തമായി സംഘടിപ്പിച്ച രാഷ്ട്രീയ വയോശ്രീ യോജന മുഖേന നൽകിയ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭാ ടൗൺ ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് വെച്ച് നടന്ന RVY സ്ക്രീനിംഗ് ക്യാമ്പിൽ പങ്കെടുത്തവരിൽ നിന്നും തിരഞ്ഞെടുത്ത 200 വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങളായ വീൽചെയർ, വാക്കർ, ബെൽറ്റുകൾ, കേൾവി സഹായി എന്നിവ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. നേരത്തെ തന്നെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള സ്ക്രീനിങ് നമ്മുടെ കാഞ്ഞങ്ങാട് വെച്ച് തന്നെ നടക്കുകയുണ്ടായി. സീനിയർ സിറ്റിസൺ ഫോറവും അതുപോലെ PMDK അലിംകോ കോഴിക്കോടും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു പദ്ധതി രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു സംവിധാനം ആണെന്ന് കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായി നടക്കുന്നത്. ഇതിൻ്റെ സംസ്ഥാന തലത്തിലുള്ള ഉദ്ഘാടനം അല്പസമയം മുമ്പ് പാലക്കാട് വെച്ച് നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് വയോജനങ്ങൾക്ക് സഹായകമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഈ ഒരു കേന്ദ്രത്തിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ വെച്ച് വിതരണം ചെയ്യുന്നത്. വയോജനങ്ങളായിട്ടുള്ള അവരുടെ പ്രായമായി വരുന്ന കാലത്ത് ഏതൊരു മനുഷ്യനും ഏതൊരവസ്ഥയിലേക്കാണ് എത്തുക എന്നുള്ളത് നമുക്ക് പ്രവചനാതീതമാണ്. KSCF ജില്ലാ പ്രസിഡന്റ് T അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് DYSP CK സുനിൽകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. P&O PMDK കോഴിക്കോട് അലിംകോ ഓഫീസർ അജിത് കുമാർ V പദ്ധതി വിശദീകരണം നടത്തി. കേലത, KK ബാബു, 5 സ്റ്റാർ മുഹമ്മദ് കുഞ്ഞി, N അശോക് കുമാർ, ആസിഫ് എന്നിവർ ആശംസ അർപ്പിച്ചു. KSCF ജില്ലാ സെക്രട്ടറി K സുകുമാരൻ മാസ്റ്റർ സ്വാഗതവും KSCF കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി M പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മക്കളോടൊത്ത് വായനശാലയിലേക്ക് ആഘോഷമായി ഗ്രന്ഥശാലാ ദിനം. ചൂരിക്കാടൻ കൃഷ്ണൻ നായർ സ്മാരക വായനശാലയിലേക്കാണ് ഗ്രന്ഥശാലാ ദിനത്തിൻ്റെ ഭാഗമായി 15ഓളം കുടുംബങ്ങൾ മക്കളുടെ കയ്യും പിടിച്ച് എത്തിയത്. വായനശാലയിൽ നിന്നും കുട്ടികളും യുവാക്കളും അകന്നു പോകുന്ന വർത്തമാനകാലത്ത് പുതുമയാർന്ന പരിപാടിയുമായി ചൂരിക്കാടൻ കൃഷ്ണൻ നായർ സ്മാരക വായനശാല. ഗ്രന്ഥശാലാ ദിനത്തിൻ്റെ ഭാഗമായി വായനശാലയിലേക്ക് വായനശാലാ പരിധിയിലെ 15ഓളം കുടുംബങ്ങൾ മക്കളുടെ കയ്യും പിടിച്ച് എത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവർ ഗ്രന്ഥശാലയിൽ വരുമ്പോൾ കുടുംബസമേതം വായിച്ച പുസ്തകങ്ങളുടെ വായനാക്കുറിപ്പ് അവതരിപ്പിക്കുവാനായി എത്തും. വായനശാല പ്രവർത്തകർ അവർക്കായി പുസ്തക പ്രദർശനമൊരുക്കി കാത്തിരുന്നു. വായനശാല സെക്രട്ടറി P രാജഗോപാലൻ, പ്രസിഡന്റ് T തമ്പാൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിനേഷ് വിത്തൻ, സന്ദീപ് PV എന്നിവർ കുടുംബത്തോടൊപ്പം അതിഥികളെ സ്വീകരിച്ചു. പുസ്തകം ഏറ്റുവാങ്ങുകയും ചെയ്തു. മഹേഷ് TV, ദേവയാനി E, രതീഷ് UK രാഘവൻ, ഷീജായി, രാജൻ K എന്നിവരും മക്കളോടൊപ്പം വന്ന് വായനശാലയിൽ ഒരുക്കിയ പുസ്തക പ്രദർശനം കാണുകയും പുസ്തകം വാങ്ങുകയും ചെയ്തു. പുസ്തകങ്ങളോട് സൗഹൃദം പുതുക്കുവാൻ വായനശാലയിലെത്തിയ 15 കുടുംബങ്ങളെ മധുരം നൽകി പ്രവർത്തകർ സ്വീകരിച്ചു. T തമ്പാൻ, സദാനന്ദൻ പരങ്ങൻ, സജീവൻ MP, ബിനേഷ് വിത്തൻ, ഷീജ PK എന്നിവർ നേതൃത്വം നൽകി. വായനശാലയിലേക്ക് അച്ഛനമ്മമാർ മക്കളുടെ കൈപിടിച്ച് നമ്മൾ സാധാരണ അമ്പലത്തിലൊക്കെ പോകുന്നത് പോലെ മക്കളെയും കൂട്ടി വായനശാലയിലേക്ക് വരിക, വായനശാലയിൽ പുസ്തകങ്ങൾ പരിചയപ്പെടുക, പുസ്തകം എടുക്കുക, വായിക്കുക. ഈ സന്ദേശം മറ്റ് വായനശാലകൾക്ക് കൂടി അത് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പുസ്തക വായന നമുക്കറിയാം, അത് നമ്മുടെ കുട്ടികളെ അവരുടെ അനുഭവ സമ്പത്ത് കൂട്ടും, അവരുടെ വളർച്ചയെ സഹായിക്കും. സമൂഹത്തിൽ തെറ്റായ പല പ്രവണതകൾ നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയാണ് ഈ ക്യാമ്പയിൻ. സെപ്റ്റംബർ 8 മുതൽ 14 വരെയുള്ള ഈ വ്യത്യസ്തമായ പരിപാടികൾ ചൂരിക്കാടൻ കൃഷ്ണൻ സ്മാരക വായനശാലയും സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. വായനശാല സെക്രട്ടറി P രാജഗോപാലൻ സ്വാഗതവും ലൈബ്രറിയൻ നന്ദന PK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്നേഹ സൗഹൃദത്തിൻ്റെ ഒത്തുചേരലുമായി കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്ബ് ഓണാഘോഷം നടത്തി. കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്ബ് സ്നേഹവും സൗഹൃദവും ചേർത്ത് നിർത്തി വിപുലമായ പരിപാടികളോടെ ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. ലയൺസ് സിൽവർ ജൂബിലി ഹാളിൽ നടന്ന സംഗമം ഡിസ്ട്രിക്ട് ഫസ്റ്റ് ഗവർണർ ടൈറ്റസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ഈ ഓണം ആഘോഷിക്കാൻ കാഞ്ഞങ്ങാട് ക്ലബ്ബിൽ വരുവാനും എല്ലാവരുമായി ഈ സന്തോഷത്തിൽ പങ്കിടാനും ഉള്ള അവസരം
നൽകിയതിനും ലഭിച്ചതിനും ഒക്കെ സന്തോഷം അറിയിക്കുകയാണ്. ഓണം ഒരിക്കലും മലയാളികൾക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു ആഘോഷമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് നമ്മുടെ ഡിസ്ട്രിക്റ്റിലും അതുപോലെ മൊത്തം കേരള മൾട്ടിപ്പിൾ തന്നെ വിവിധ ക്ലബുകളിലും അതുപോലെ തന്നെ മൾട്ടിപ്പിളൊക്കെ ഓണാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഒട്ടേറെ സേവന പ്രവർത്തനങ്ങളും നമ്മുടെ ലയൺസിന്റെ സർവ്വതാപ്തവാക്യം മുൻനിർത്തിക്കൊണ്ട് ഓണാഘോഷങ്ങളോടൊപ്പം തന്നെ വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ മെമ്പർമാരുള്ള ലയൺസ് ക്ലബ് കാഞ്ഞങ്ങാടിന്റെ എല്ലാവിധ സേവന പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ അതിന്റെ ലീഡർഷിപ്പിലായ കണ്ണൻ പാർസാരഥി ഈ വർഷം ഈ കഴിഞ്ഞ 2.5 മാസത്തിന് ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ നമുക്കേറെ സന്തോഷിക്കാം. പ്രത്യേകിച്ച് ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും മെമ്പർമാരുള്ള ക്ലബുകളിലുണ്ടായ കാഞ്ഞങ്ങാട് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങൾ എന്നും നമ്മൾക്ക് അഭിമാനിക്കാവുന്നതാണ്. ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെ വളരെ ഏറെ ലീഡേഴ്സും അതുപോലെ തന്നെ ഒട്ടനവധി നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന മെമ്പർമാരുള്ള ഈ ക്ലബിൽ നിന്നും നല്ല ഒരു പ്രവർത്തനങ്ങൾ ഈ വർഷം കണ്ണൻ പാർസാരഥിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. പ്രമുഖ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ മണികണ്ഠൻ മേലത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ദുബായിലൊക്കെ ഓണം തുടങ്ങിയതേ ഉള്ളൂ. ഈ വർഷം പ്രത്യേകിച്ചിട്ടും നോമ്പിൻ്റെ സമയമല്ലാത്തത് കൊണ്ട് തന്നെ ഓണത്തിന് 2 മുമ്പ് തന്നെ ഓണം ആരംഭിച്ചു. ഇനി ഡിസംബർ വരെ ഓണമാണ്. പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സംഘടനകൾ അവിടെ ഉള്ളത്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കൂട്ടായ്മകൾ ഈ ഓണത്തിൻ്റെ സമയത്ത് അവരുടേതായിട്ടുള്ള ഒരു സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ധന്യമുഹൂർത്തമാണ് ഓണം. അത് ഏകദേശം ഡിസംബർ വരെ നടക്കും. കാരണം ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ അവിടെ ഓണാഘോഷിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ UAE ഒഴികെ മറ്റുള്ള സ്ഥലങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ലീവ്. അപ്പോൾ അവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിലായിരുന്നു. ബഹ്റിൻ, ഖത്തർ, മസ്കറ്റ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഓണമാഘോഷം. അതുകൊണ്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നാട്ടിൽ ദുബായിൽ ഉണ്ടാകുന്ന സമയത്ത് അധികവും എല്ലാ ഞായറാഴ്ചകളിലും ഏതെങ്കിലും ഒരു സംഘടനയുടെ ഓണം ഉണ്ടാവും. എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ എൻ്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ലയൺസിൻ്റെ ഉദ്ദേശം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് കണ്ണൻ പാർത്ഥസാരഥി അധ്യക്ഷത വഹിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ കെ ശ്രീനിവാസ് ഷേനായി, പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് അഡ്വൈസർ കെ ഗോപി, മുൻ പ്രസിഡന്റ് ശ്യാം പ്രസാദ്, റീജിയണൽ ചെയർമാൻ PP കുഞ്ഞികൃഷ്ണൻ നായർ, സോൺ ചെയർമാൻ V സജിത് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി മധു മഠത്തിൽ സ്വാഗതവും ട്രഷറർ രാജേഷ് കൃഷ്ണ നന്ദിയും പറഞ്ഞു. ക്ലബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും പ്രദേശവാസികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവാതിര, സിനിമാറ്റിക് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, സംഘഗാനം, ഗാനാലാപനം, ആദരിക്കൽ ചടങ്ങ്, സമ്മാനദാനം തുടങ്ങി വിവിധ പരിപാടികൾ സംഗമത്തിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുതിയകണ്ഠം അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് എല്ലാ സംക്രമ ദിനങ്ങളിലും പൗരപ്രമുഖരെ തിരുസന്നിധിയിൽ വെച്ച് ആദരിക്കുന്ന സംക്രാന്തി സമാധനം പരിപാടി നടന്നു. കേരള കേന്ദ്ര സർവകലാശാലയിൽ നിന്നും രജിസ്ട്രാറായി വിരമിച്ച ഡോക്ടർ M മുരളീധരൻ നമ്പ്യാരെയും പ്രമുഖ വ്യവസായ പ്രമുഖനായ ഡോക്ടർ മണികണ്ഠൻ മേലത്തിനെയും കളിയാട്ട സമിതി ചെയർമാൻ ജനാർദ്ദനൻ പുല്ലൂർ ഉപഹാരം നൽകി ആദരിച്ചു. പുതിയകണ്ഠം അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് എല്ലാ സംക്രമ ദിനങ്ങളിലും പൗരപ്രമുഖരെ തിരുസന്നിധിയിൽ വെച്ച് ആദരിക്കുന്ന സംക്രാന്തി സമാദരം പരിപാടിയിൽ കേരള കേന്ദ്ര സർവകലാശാലയിൽ നിന്നും രജിസ്ട്രാറായി വിരമിച്ച ഡോക്ടർ M മുരളീധരൻ നമ്പ്യാരെയും പ്രമുഖ വ്യവസായ പ്രമുഖനായ ഡോക്ടർ മണികണ്ഠൻ മേലത്തിനെയും കളിയാട്ട സമിതി ചെയർമാൻ ജനാർദ്ദനൻ പുല്ലൂർ ഉപഹാരം നൽകി ആദരിച്ചു. സഹോദരങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് ഏറ്റവും മഹത്തരമാണെന്ന് ആദരഭാഷണത്തിൽ എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ അഭിപ്രായപ്പെട്ടു. ആയിരക്കണക്കിന് പേര് സംക്രാന്തിക്ക് അടിയാർക്കാവിലേക്ക് ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തികച്ചും പ്രകൃതിയുമായി ബന്ധപ്പെട്ട ആരാധനയ്ക്ക് നമുക്ക്
പ്രാർത്ഥിക്കുന്നവർക്ക് സൽഫലം നൽകുന്ന ഒരു പുണ്യക്ഷേത്രമായിട്ട്, പുണ്യ പ്രകൃതി പഠന കേന്ദ്രമായിട്ട് നമ്മുടെ ഈ പരിസരം മാറിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ നമ്മുടെ സംക്രാന്തിക്ക് ക്ഷേത്രസമിതി ചെയ്യുന്നത് സമൂഹത്തിലെ ഏറ്റവും ഔന്നത്യത്തിലേക്ക് സ്വയം പഠിച്ചുയർന്ന് ഔന്നത്യത്തിലെത്തിയ പ്രതിഭകളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് സംക്രാന്തി സമാദരം എന്നാണ് പേര്. ചടങ്ങിൽ പ്രശസ്ത കവി നാലപ്പാടം പത്മനാഭൻ വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുത്തി. തറവാട്ടംഗങ്ങളായ രാജു പാണത്തൂർ, അനിൽകുമാർ, സുനിൽകുമാർ, സുരേഷ് കാസർഗോഡ്, ഭാസ്കരൻ, രാഹുൽ, ഉമ, ഭവാനി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. ഇന്ന് ഈ സംക്രമ ദിവസം ഇവിടെ എത്താനും ഞങ്ങളോട് കൂടി ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനും സാധിച്ചതിൽ അതിയായിട്ട് സന്തോഷിക്കുകയാണ്. ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കാവുകളൊക്കെ അന്യം നിന്ന് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സ്ഥലത്ത് ഇങ്ങനൊരു കാവ്, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, ഇങ്ങനൊരു കാവ് സംരക്ഷിക്കാനും ആ സംരക്ഷണത്തിലൂടെ നമ്മുടെ സാംസ്കാരികമായ പൈതൃകത്തിനെ തുറന്നു കാണിക്കാനുള്ളൊരു അവസരമായിട്ട് ഇത് കാണുകയാണ്. രമേശൻ പുതിയകണ്ടം, ഭരതൻ കണ്ടത്തിൽ, മോഹൻദാസ്, കൃഷ്ണൻ പെരളം, വിനോദ്, രാജീവൻ, ഗോപാലൻ, നന്ദു, രതീശൻ, മനോജ്, കൃഷ്ണമണി, ഷാജി, സുകേഷ്, കൃപ, ഗിരിജ രാജു, സ്വപ്ന കുമാരൻ, ഭാർഗവി, രമണി, ഉഷ, ബിന്ദു, സരിത, രേഷ്മ, സാവിത്രി എന്നിവർ സംസാരിച്ചു. അന്നദാനത്തോടെ പരിപാടി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ഹരിതകർമ്മസേനാ സംഗമം നടത്തി. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി ഹരിതകർമ്മസേനാ സംഗമം നടത്തി. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കുടുംബങ്ങൾക്ക് അതൊരു സഹായമായി മാറും. മറ്റൊന്ന്, സമൂഹത്തിലേക്ക് ഇതൊരു നന്മയുള്ളൊരു പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാവുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അത് ജനങ്ങളിലേക്ക് വലിയ ഒരു ഗുണകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ്. അതാണ് നമ്മുടെ ഹരിതകർമ്മസേന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സഹിർ ആസിഫ്, ആർ റീത്ത, കെ രജനി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. KSWMP ജില്ലാ ഡെപ്യൂട്ടി കോർഡിനേറ്റർ KV മിഥുൻ കൃഷ്ണൻ പരിപാടിയെക്കുറിച്ചുള്ള ആമുഖ പ്രസംഗം നടത്തി. തുടർന്ന് കൗൺസിലർമാരും ഹരിതകർമ്മ സേനാംഗങ്ങളും തമ്മിലുള്ള ചർച്ച നടന്നു. KSWMP ജില്ലാ സോഷ്യൽ എക്സ്പേർട്ട് ഡോക്ടർ KV സൂരജ് മോഡറേറ്റർ ആയിരുന്നു. മികവാർന്ന ആശയവിനിമയം മികച്ച സേവനത്തിന് എന്ന വിഷയത്തിൽ KSWMP സോഷ്യൽ എക്സ്പേർട്ട് ജെയ്സൺ TJ ക്ലാസ് എടുത്തു. ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തി. ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന വിഷയത്തിൽ KSWMP സോഷ്യൽ ടെക്നിക്കൽ ഓഫീസർ TM ശ്രീജിത്ത് ക്ലാസ് എടുത്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ SWM എഞ്ചിനീയർ KP നീത്തുറാം വിതരണം ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ ഖാലിദ് പച്ചക്കാട് സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ AV മധുസൂദനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UAE പാടലെടുക്ക കിസർ ജമാഅത്ത് കൂട്ടായ്മ ഇഷ്കെ ഹബീബ് മിലാദ് സംഗമം സംഘടിപ്പിച്ചു. ഫൈസൽ റയീസി നെല്ലിക്കട്ട ഉദ്ഘാടനം ചെയ്തു. UAE പാടലെടുക്ക കിസർ ജമാഅത്ത് കൂട്ടായ്മ ദേര നായിഫ് കാസർഗോഡ് ഡൈൻ ഹോട്ടലിൽ മീലാദ് സംഗമവും ഇഷ്കെ ഹബീബ് മദ് മജ്ലിസും സംഘടിപ്പിച്ചു. ഫൈസൽ റയീസി നെല്ലിക്കട്ട ഉദ്ഘാടനം ചെയ്തു. പ്രവാചക സ്നേഹമാണ് ഒരു മനുഷ്യന്റെ ജീവിത വഴിയിൽ വിളക്കായി മാറുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഷംസു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ലഹരിയുടെ വെല്ലുവിളി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ മനുഷ്യത്വം മരവിക്കാതെ ജീവിക്കുവാൻ പ്രവാചക ചര്യയിലേക്ക് മടങ്ങുകയല്ലാതെ രക്ഷയില്ലെന്നോ ഷംസു മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. സലാം കന്യപ്പാടി, സലാം പാടലെടുക്ക എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സലാം കന്യപ്പാടി, സലാം പാടലെടുക്ക എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നാടിൻ്റെ മൂല്യാധിഷ്ഠിത വികസനത്തിനും ഐക്യത്തിനും പ്രവാസി കൂട്ടായ്മകളുടെ കാലത്തിനാവശ്യമായ ഇത്തരം പരിപാടികൾ കാരണമാവുന്നുവെന്ന് സലാം കന്യപ്പാടി പറഞ്ഞു. ആദിൽ ഷേഖ് ഉപ്പള, നുമാൻ റയീസി നീർച്ചാൽ, ഷാഫി അട്ടഗോളി, ബാത്തിഷ കളനാട് തുടങ്ങിയവർ ഇഷ്കെ ഹബീബ് പ്രകീർത്തനത്തിന് നേതൃത്വം നൽകി. ബദറുദ്ദീൻ മൊഗ്രാൽ, റാസി ബെള്ളിക്കോത്ത്, ജാബിദ് അടുക്കത്ത് ബയൽ, ഇർഫാൻ പൗവൽ, അഷ്റഫ് തെക്കിൽ, ഹാരിസ് മുട്ടം, ഇസ്ഹാഖ് മംഗളൂർ, സാദിഖ് മുക്കു, കാദർ മഞ്ചേശ്വരം, കാദർ മൊഗ്രാൽ, സക്കീർ മലപ്പുറം, സിദ്ദിഖ് മുണ്ടിത്തടുക്ക, ഉബൈദ് അറന്തോട്, അറഫാത്ത് മുട്ടം, ഷാഫി കെ ഡൈൻ തുടങ്ങിയവർ സംബന്ധിച്ചു.
ഓർഗനൈസിംഗ് സെക്രട്ടറി ഷഫീഖ്, മുഹമ്മദ് മമ്മണി, സുലൈമാൻ, സലാം ബപ്പാലിപ്പനം, റസാഖ്, താജു, ഉനൈസ്, സഹീർ മൊഗ്രാൽ, അഫ്സൽ MST, റിഫായി PK, M സിനാൻ, സുഫൈദ്, ഇർഫാൻ, മുസ്തഫ, ജുനൈദ്, റാഷി, സലാഹു, നൌഷൽ, ഹമാസ് തുടങ്ങിയവർ പരിപാടി നിയന്ത്രിച്ചു. ശിഹാബ് BK സ്വാഗതവും സാബിത്ത് പാടലെടുക്ക നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡേറ്റിംഗ് ആപ്പ് ഉപയോഗപ്പെടുത്തി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവം, ഒരാൾ കൂടി അറസ്റ്റിൽ. ഡേറ്റിംഗ് ആപ്പ് ഉപയോഗപ്പെടുത്തി ആൺകുട്ടിയെ നിരവധി പേർ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവം. കുട്ടികൾ ചൂഷണത്തിനിരയാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ രക്ഷിതാക്കൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭരത് റെഡ്ഡി. ഉപ്പള ബായാറിൽ സ്കൂൾ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ബായാർ പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. വിദ്യാനഗർ നെൽക്കളയിൽ നിർമ്മിച്ച വോളിബോൾ കം ഷട്ടിൽ കോർട്ട് ആൻഡ് പവലിയൻ നാടിന് സമർപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമ്മ ദിനം. നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വിശ്വകർമ്മ പൂജയും പൊതുയോഗവും നടത്തി. ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ 1500 ഇഷ്ക് മജ്ലിസുകളുടെ സംസ്ഥാനതല സമാപനം 20-ന്. ഒരുക്കങ്ങൾ പൂർത്തിയായി. മക്കളോടൊത്ത് വായനശാലയിലേക്ക്. ആഘോഷമായി ഗ്രന്ഥശാലാ ദിനം.